കഥാവിൻ പ്രിയരെ, ഡോക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രഗത്ഭരായിരിക്കുന്ന ചില ഡോക്ടർമാരുമായി സംസാരിക്കുവാൻ, അവരുടെ ജീവിതാനുഭവങ്ങളും ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസവുമൊക്കെ സംബന്ധിച്ച് ചില പാഠങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയാണ് ഇത്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ വി സ്റ്റാൻലി ജോൺസ് ആണ്. സിദ്ധ മെഡിസിൻ രംഗത്ത് ഇന്ന് നാഷണലി നോൺ ആയിരിക്കുന്ന ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് അദ്ദേഹവുമായി സംസാരിക്കുവാൻ ദൈവം ഇന്ന് ഇങ്ങനൊരു അവസരം തന്നിരിക്കുമ്പോൾ, ഡോക്ടർ, ഐ തിങ്ക് യു ആർ ഇൻ ദ 8th ജനറേഷൻ അല്ലേ ഈ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ പോകുന്നത്. ശരിക്കും ഇന്ന് സിദ്ധ മെഡിസിൻ എന്താണ് എന്നതിനെക്കുറിച്ചൊരു കാര്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? സിദ്ധ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉണ്ടായ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന 3 സിസ്റ്റംസ് അതിൽ ഒന്നാണ് സിദ്ധ. എല്ലാവർക്കും അറിയാം ആയുർവേദം, പിന്നെ സിദ്ധ, മറ്റൊരു സിസ്റ്റമാണ് യുനാനി. ഇങ്ങനെ 3 സിസ്റ്റംസ് ചേരുന്നതാണ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, അഥവാ ഇന്ത്യയിലുള്ള പാരമ്പര്യമായിട്ട് ലഭിച്ചിട്ടുള്ള സിസ്റ്റംസ്. സിദ്ധയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദ്രാവിഡിയൻ ചികിത്സയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ചികിത്സാ സമ്പ്രദായം കൂടിയാണ്. ആയുർവേദമാണെങ്കിൽ ആര്യന്മാരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ യുനാനി എന്ന് മറ്റൊരു സിസ്റ്റമുണ്ട്. അത് ഉറുദ് ഭാഷയിലെ ആണ് അതിൻ്റെ ഗ്രന്ഥങ്ങൾ എല്ലാം ഉണ്ടായിട്ടുള്ളത്. ആയുർവേദമാണെങ്കിൽ സംസ്കൃതമാണ് അതിൻ്റെ ലിറ്ററേച്ചർ എല്ലാം ഉള്ളത്. സിദ്ധ ആണെങ്കിലോ തമിഴാണ് അതിൻ്റെ എല്ലാ ലിറ്ററേച്ചറും ഉള്ളത്, മൂലഗ്രന്ഥങ്ങൾ ഉള്ളത്. ഓക്കെ, ഇതിപ്പോൾ പരമ്പരാഗതമാണ് എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ ട്രെയിനിങ് ഇതിനുണ്ടോ, അതോ അപ്പൂപ്പന്മാരിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് കിട്ടുന്ന ഒരു കാര്യമാണോ? പണ്ട് അങ്ങനെ ആയിരുന്നു. ഗുരു ശിക്ഷ പരമ്പരയിലൂടെ വളർന്നു വന്ന ഒരു സിസ്റ്റം ആണെങ്കിലും കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റും മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ആക്റ്റുകൾ ഉണ്ടാക്കുകയും മാത്രമല്ല യൂണിവേഴ്സിറ്റി തലത്തിൽ ഇതിൻ്റെ കോഴ്സുകൾ തുടങ്ങുകയും ഇന്ന് സിദ്ധ മെഡിക്കൽ കോളേജുകൾ ധാരാളമുണ്ട്. ഗവൺമെൻറ് തന്നെ പല മെഡിക്കൽ കോളേജുകളുണ്ട്. സിദ്ധ മെഡിക്കൽ കോളേജ് തമിഴ്നാട്ടിൽ 2 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുണ്ട്. അതുകൂടാതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ സെൻറ്ററാണ്. കൂടാതെ പല പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും ഇന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് സിദ്ധ മെഡിക്കൽ കോളേജാണ് ഇന്ന് ഉള്ളത്. കേരളത്തിൽ ഇപ്പോൾ 40ഓളം ഗവൺമെൻറ് സിദ്ധ ഡിസ്പെൻസറികളും ഒരു ഗവൺമെൻറ് സിദ്ധ ഹോസ്പിറ്റലുമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ 1000ഓളം ഗവൺമെൻറ് സിദ്ധ ഡിസ്പെൻസറികളും അതുപോലെ തന്നെ ആശുപത്രികളും അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ അലോപ്പതി മെഡിസിന് ഉള്ളതുപോലെ എന്തെങ്കിലും അസോസിയേഷൻസോ ഒക്കെ ഇതിന് കൺട്രോളിങ് ബോഡീസായിട്ടുണ്ടോ? ഉണ്ട്. സിദ്ധ മെഡിസിന് വേണ്ടി സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ ബോഡിയാണ് എഡ്യൂക്കേഷൻ മുഴുവനും, സിദ്ധ സംബന്ധിച്ചുള്ള എഡ്യൂക്കേഷൻ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. ഡോക്ടർ ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ച ഈ ചുരുക്ക നേരത്തിൽ തന്നെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഈ സിദ്ധ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ മധ്യത്തിൽ ആരോട് സംസാരിച്ചാലും ഡോക്ടറുടെ പേര് വളരെ ഫെമിലിയറാണ്. ഈ മെഡിസിൻ ഫീൽഡിൽ ഇത്ര പ്രശസ്തനാകുവാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഈ കൗൺസിലുമായിട്ട് കൺട്രോളിംഗ് ബോഡിയായിട്ട് വല്ല ബന്ധമോ അങ്ങനെ എന്തെങ്കിലുമോ? ഞാൻ കൺട്രോളിംഗ് ബോഡിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. 20 വർഷം ഈ അപ്പെക്സ് ബോഡിയിൽ ഞാൻ മെമ്പറായിട്ടും അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം വരെ അലങ്കരിച്ച ഒരു വ്യക്തിയാണ്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സിദ്ധ പഠിക്കുക, ഞാൻ പാരമ്പര്യ ഒരു സിദ്ധ കുടുംബത്തിലിരുന്ന് വന്നാൽ പോലും ഞാനൊരു സിദ്ധ ഗ്രാജുവേറ്റ് ആയതിൻ്റെ ഒരു കാര്യം എനിക്കിവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം ഒരു BA ഡിഗ്രി കഴിഞ്ഞ് നിന്ന സമയത്താണ് ഈ സിദ്ധ കോളേജിൽ ഒരു അഡ്മിഷന് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് ആലോചിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു കോളേജ് മാത്രമാണ് ഉണ്ടായിരുന്നത്, 30 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു കോളേജാണ്,
30 സീറ്റ്സാണ്. അവിടെ ഒരു അഡ്മിഷൻ കിട്ടുന്നത് വലിയ പ്രയാസമുള്ള കാലമായിരുന്നത്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ദിവസം ഫുൾ ടൈം പ്രാർത്ഥനയായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു സീറ്റ് അവിടെ കിട്ടണമെന്ന്. ഞാനിത് ഒരു ദിവസം പ്രൊവേർബ്സ് ചാപ്റ്റർ 23 18 വേർഡ്സ് വായിക്കുമ്പോൾ തീർച്ചയായിട്ട് നല്ല ഒരു റിസൾട്ട് നിനക്ക് കിട്ടും എന്നുള്ളൊരു വേർഡ് എനിക്ക് കിട്ടി. ഞാൻ ആ മിനിറ്റിൽ തന്നെ പോസ്റ്റ്മാൻ അവിടെ വരികയും ആ കോളേജിലുള്ള എനിക്ക് സെലക്ഷൻ മെമ്മോ തരികയും ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ അതാണ് എൻ്റെ ലൈഫിൽ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം. അത് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള സ്ഥാനമാനങ്ങളും പദവികളുമെല്ലാം എനിക്ക് ലഭിച്ചത്. ഒരുപാട് പേർക്ക് കൊതിയായിരിക്കുന്ന ഇതുപോലെയുള്ള സ്ഥാനങ്ങൾ മാന്യമായ നിലകളിൽ അലങ്കരിക്കുവാൻ തക്കവണ്ണം ഡോക്ടറിന് ഇടവന്നിരിക്കുമ്പോൾ എല്ലാറ്റിനും പിന്നിലും ദൈവത്തിൻ്റെ സഹായമുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും 100% ദൈവമില്ലാതെ ഒന്നുമില്ല. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് കഴിയുന്നതും. ഇത്തരം പോസ്റ്റുകൾ വരുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടുമ്പോൾ ലഭിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് എന്നതാണ് എൻ്റെ ആദ്യ ജോലി. ഡോക്ടറൊപ്പം ഇതുപോലെയുള്ള ഘട്ടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് മുമ്പോട്ട് പോകാൻ ഡോക്ടർ വരുമ്പോൾ ഈ ദൈവത്തിലുള്ള വിശ്വാസം ഡോക്ടർ ഇനിഷ്യലി എങ്ങനെയാണ് വന്നതെന്നൊന്ന് പറയാമോ? ഇനിഷ്യലി ഞാൻ കൊച്ചായിരിക്കുമ്പോൾ തന്നെ സ്കൂളിൽ സൺഡേ ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യും. സൺഡേ സ്കൂൾ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരോ? ഉണ്ട്. എൻ്റെ അച്ഛനൊക്കെ പള്ളിയിൽ സെക്രട്ടറിയാണ്. എൻ്റെ അപ്പൂപ്പൻ 7-8 ജനറേഷൻ അറിയാം ക്രിസ്ത്യാനികൾ. അതിന് മുമ്പ് ഹിന്ദുക്കളായിട്ടിരുന്നതായിട്ടാണ് എൻ്റെ അറിവ്. എൻ്റെ ഒരു അപ്പൂപ്പൻ ഒരു ഉപദേശിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ പ്രാർത്ഥന അപ്പോൾ തലമുറകളിലേക്ക് വരുവാൻ തൊക്കെ ഇടയാകുമ്പോൾ അവരിൽ വരുന്ന നന്മ ഭയങ്കരമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എൻ്റെ മക്കളൊക്കെ 3 പേര് ഡോക്ടേഴ്സാണ്. ഈ ഗ്രാൻഡ് ഫാദർ ഉപദേശിയായിരുന്നു എന്ന് പറഞ്ഞ ആൾ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു അതോ? അല്ല എന്നാണ് തോന്നുന്നത്. അന്ന് ബുദ്ധിമുട്ടുകളുടെ കാലമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ കൊച്ചുപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സമ്പന്ന കുടുംബമല്ല. എൻ്റെ അച്ഛനും അപ്പോഴും വളരെ പോപ്പുലറാണ്. തെക്കൻ തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഫാദർ. മാത്രമല്ല അന്ന് മർമ്മ ചികിത്സ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു മർമ്മ സ്പെഷ്യലിസ്റ്റായിരുന്നു. പിന്നെ ഇനിയൊരു അപ്പൂപ്പൻ കണ്ണ് ചികിത്സയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷേ സാമ്പത്തികമായൊക്കെ ഞെരുക്കമുള്ള സമയത്തും ദൈവത്തെ അന്വേഷിച്ച ഈ ഒരു പിതാവിൻ്റെ തലമുറകൾ വന്നപ്പോൾ ഭാരതദേശത്ത് അറിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ മക്കൾക്ക് ദൈവം സഹായിച്ചു. ഡോക്ടറിൻ്റെ കുടുംബത്തിൽ ഗ്രാൻഡ് ഫാദർ ഉപദേശിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഡോക്ടറിൻ്റെ വൈഫിൻ്റെ ഫാദറും ഈ ഒരു എൻ്റെ ഫാദറില പാസ്റ്ററാണ്. അദ്ദേഹം IELC എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ എവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. എൻ്റെ ഫാദറില വളരെ നല്ല ഒരു ദേവദാസനായിരുന്നു. ശരിക്കും ഒരുപാട് പേർക്ക് അവിടെ വില്ലേജുകളിലൊക്കെ പോയി ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ ഒക്കെ ജീവിതം നല്ല ജീവിതം. ഡോക്ടർക്ക് ഈ വിശ്വാസത്തിലൊരു പ്രചോദനമായിരുന്നു. തീർച്ചയായിട്ടും. കർത്താവിൽ പ്രിയരെ, ആ പ്രിയ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നൊരു പാഠമുണ്ട്. നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുവാൻ ഇടവരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കുകയും ഒക്കെ ചെയ്യുവാൻ തക്കണം ഇടയാകുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ശരിക്കും ദൈവകൃപയുടെ ഒരു വലിയ നിക്ഷേപമാണ് നമ്മുടെ മക്കൾക്ക് വെച്ചേച്ച് പോകുവാൻ തക്കണം ഇടയാകുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം തരാനിരിക്കുന്ന നന്മ മുഴുവൻ അനുഭവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ സ്വത്തുക്കൾ, വസ്തുവകകൾ ഒക്കെ ഉണ്ടാക്കിയിടുന്നതിനേക്കാൾ അധികമായി നമ്മൾ പ്രാപിച്ച മക്കൾക്ക് വേണ്ടി നിക്ഷേപമായി കൊണ്ടുവരുന്ന ആ ദൈവകൃപയുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരുവാൻ തക്കണം ഇടയാകും. ഡോക്ടർ, അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പലരും സിദ്ധയുടെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിനെ കുറിച്ച് എതിർത്ത് പറയാറുണ്ട്. ഇതിൻ്റെ മെഡിസിൻ വളരെ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നവരുണ്ട്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് ഒന്ന് പറയാമോ? പറയാം. പക്ഷെ അതിന് പ്രധാന കാരണം സിദ്ധയെക്കുറിച്ച് അറിയാത്തതാണ് എതിർപ്പിലുള്ള കാരണം. ഇപ്പോൾ ധാരാളം ഡോക്ടേഴ്സ് ഇതിനെ അറിഞ്ഞു കഴിഞ്ഞു.
പണ്ടൊക്കെ ഞാൻ 35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്റ്റേറ്റ് സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ അന്നൊരു പേരുണ്ടായിരുന്നു, സിദ്ധ ട്രീറ്റ്മെൻറ്റ് വളരെ അപകടം പിടിച്ചതാണ്, ഇത് നീറ്റ് മരുന്നുകളാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയെന്ന് മാത്രമല്ല, അതൊരു ചെറിയ സത്യമുണ്ടായിരുന്നു. കാരണം ഈ ചികിത്സയെക്കുറിച്ച് അറിയാത്ത പലരും ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ ഈ ചികിത്സ നടത്തിക്കൊണ്ട് പോയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് എന്തെങ്കിലും കാശ് കിട്ടണം, അതാണ് അവരുടെ മോട്ടീവ്. അപ്പോൾ ഇവർക്ക് ബേസിക്കായിട്ട് സിദ്ധയെക്കുറിച്ച് ഒന്നും അറിയില്ല. ചില ബുക്കുകളിൽ ചില മരുന്നുകൾ എഴുതി വെച്ചിട്ടുള്ള അത് വായിക്കും, ഇവർ തന്നെ സ്വന്തമായിട്ട് മരുന്നുണ്ടാക്കും. ആ മരുന്നിൻ്റെ ടെസ്റ്റൂടോ അറിയില്ല, ഇത് ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുത്തുകൂടാ. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു ഡയഗ്നോസിസ് ചെയ്ത് രോഗം ഇന്നതാണെന്ന് അറിഞ്ഞ് മരുന്ന് കൊടുക്കണം. പക്ഷെ ആ കഴിവ് അന്ന് ആ കാലഘട്ടത്തിൽ ഇവിടെ ഉള്ള പലർക്കും ഇല്ലാതിരുന്നു. അങ്ങനെ വന്ന ഒരു പേരുദോഷം ഉണ്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായിട്ട് ആ പേരുദോഷം മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ, മാറാ രോഗങ്ങളായിരിക്കുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഡോക്ടർമാർ തള്ളും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി മരുന്നില്ല, ആളുകളെയൊക്കെ അറിയിച്ചോളൂ, മരിക്കാൻ ഒരുങ്ങിക്കോളൂ എന്ന് പറയുന്നത് മേ ബി നോട്ട് ഇൻ ദ സെയിം വേർഡ്സ്, പക്ഷെ അങ്ങനെ പറഞ്ഞയക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ആരെങ്കിലും ഡോക്ടർ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് അത്തരം കേസുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഒരുപാട് ധാരാളം ഒന്നും പറയാൻ പറ്റില്ല, വളരെ ലിമിറ്റഡാണ്. പക്ഷേ അത്തരം രോഗികളെപ്പോലും എനിക്ക് എൻ്റെ മരുന്നുകൾ കൊടുത്ത് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊരു മിറാക്കിൾ എന്ന് പറയാം, ദൈവത്തിൻ്റെ ഒരു ദൈവ കടാക്ഷം എന്ന് വേണം പറയാം. കാരണം ഈ ക്യാൻസർ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ക്യാൻസർ ബാധിച്ച് ചികിത്സയ്ക്ക് പോകുന്നതിൽ 80% ആൾക്കാർ ഒരു വർഷം കൊണ്ട് തന്നെ മരിക്കുന്നു. ഞാൻ പറയുന്നത് 80% അതിന് കൂടുതലാണ് മരിക്കുന്നത്. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ തീർച്ചയായിട്ടും പറയാം, അവർ പോകുന്നത് മരിക്കാനാണ്. ശരിക്കും ചികിത്സിച്ചില്ലെങ്കിൽ ഇതിൽ പലരും രക്ഷപ്പെടും. കാരണം ഇത് വളരെ ഹാംഫുൾ ട്രീറ്റ്മെൻറ്റാണ്. അവിടെ ഉള്ളത് 3 ട്രീറ്റ്മെൻറ്റാണ്: സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി. ഇത് 3ഉം തന്നെ അപകടം പിടിച്ചതാണ്. രോഗിക്ക് മരണകാരണം തന്നെ ഇത്തരം ഇതാണ്. ഇപ്പോൾ ഒരു ക്യാൻസർ രോഗം ബാധിക്കുന്ന ഭാഗത്ത് തന്നെ അവിടെ നിന്ന് സ്പെസിമെൻ എടുക്കണം, ആ ഭാഗത്ത് തന്നെ കുത്തുന്നു, അന്ന് തൊട്ട് തന്നെ ക്യാൻസർ രോഗം മൂർച്ഛിക്കുന്നു. എത്രയും വേഗം തന്നെ മരണവും സംഭവിക്കുന്നു. ഇതിപ്പോൾ ഇവിടെ നടക്കുന്നു. പക്ഷേ പലപ്പോഴും ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളു, ഇനിയും ചില ആഴ്ചകളെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിൽ എന്നെ വിളിച്ച് അഭിപ്രായം ആരായി, ഞാൻ ശരി നോക്കാം, എൻ്റെ മെഡിസിൻസ് തരാം, ഞാൻ മരുന്ന് കൊടുത്ത് ആഴ്ചകൾക്കുള്ളിൽ മരിച്ചു പോവും എന്നുള്ള രോഗികൾ ഇന്ന് പലരും 10-12 വർഷങ്ങളായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ മരുന്നിൻ്റെ ഒരു ഇഫക്റ്റ്നെസ്. ഇന്ന് ഒരു പറ്റം ക്രൈസ്തവ സമുദായത്തിലുള്ളവർ ഈ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കൊടുക്കുക എന്നുള്ളൊരു നിലപാടിൽ ചിലതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് പോസിബിളാണോ? തീർച്ചയായിട്ടും വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം തന്നെ, യേശു തന്നെ പറയുന്നുണ്ടല്ലോ, അതിൽ പലതരത്തിലുള്ള സൗഖ്യം കിട്ടും, നടക്കും. ഇതെല്ലാം നടക്കുന്ന സൗഖ്യങ്ങൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ശരിയാകുന്നില്ല എങ്കിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ സിദ്ധ വൈദ്യത്തിലുള്ള വ്യാജന്മാരെ പോലെയുള്ളവർ നിമിത്തം ഉള്ള ദുഷ്പ്രചരണമാണ്. കർത്താവ് സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. ഓക്കെ, ആ കർത്താവിലുള്ള വിശ്വാസവും മരുന്നുകളും ചേർന്ന് പ്രവർത്തിച്ചാൽ സൗഖ്യം വരും. മരുന്നിന് കഴിയാത്തതും കർത്താവിന് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. മരുന്ന് കഴിക്കുന്നത് തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്, അല്ലായിരുന്നു അവർ ചികിത്സിക്കാതെ തന്നെ ഇരിക്കും. ഓക്കെ, വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ചികിത്സയ്ക്ക് വരുന്നത് തന്നെ. വിശ്വാസമില്ലാത്തയാൾ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. അതെ. കർത്താവിൽ പ്രിയരേ, ബഹുമാന്യനായിരിക്കുന്ന ഡോക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടവരേണ്ടുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ നമ്മുടെ അകത്ത് ആണ് ആദ്യം മരണം സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആന്തരിക അവയവങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സ്, നമുക്കുള്ള ആ വിശ്വാസം, നാളെക്കുറിച്ചുള്ളൊരു പ്രത്യാശ, അത് പോയാൽ പിന്നെ നമുക്ക് ഒരു രോഗത്തെ അതിജീവിക്കാൻ ഒരിക്കലും സാധിച്ചെന്ന് വരികയില്ല. നമുക്ക് ഒരു മാറാ രോഗമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ നമ്മൾ മാനിക്കുന്ന ഒരു ഡോക്ടർ നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെയാകും. യഥാർത്ഥമായും നമുക്ക് ഒരു ദൈവം എന്ന യാഥാർത്ഥ്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം എത്ര നാൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അതിനു മുമ്പ് ഒരു രോഗത്തിന് നമ്മളെ കൊല്ലാനൊക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, മരുന്ന് പരീക്ഷിക്കാൻ നമുക്ക് വിശ്വാസം ആർജിച്ചെടുക്കുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഡോക്ടറിൻ്റെ കൈകളിലൂടെ, മരുന്നിലൂടെ ദൈവം തൻ്റെ ശക്തിയെ പകർന്ന് നമ്മളെ സൗഖ്യമാക്കുവാൻ വളരെ സാധ്യതയുണ്ട്. ദൈവം അത് ചെയ്യും. മരുന്നിനൊക്കത്തില്ല എന്ന് പറയുമ്പോഴും ഡോക്ടർ പറഞ്ഞത് താങ്കൾ കേട്ടുവല്ലോ. മരുന്നിനൊക്കാത്തതും ചെയ്യുവാൻ ശക്തനാണ് കർത്താവ്. കർത്താവ് അത് ചെയ്യും. പല വ്യാജന്മാർ സിദ്ധവൈദ്യത്തിലുണ്ട്, മോഡേൺ മെഡിസിനിലുണ്ട്, വിശ്വാസ ഗോളത്തിലുമുണ്ട്. ആ വ്യാജന്മാർ നിമിത്തം കർത്താവിൻ്റെ വചനത്തിലുള്ള സത്യങ്ങൾ ഇല്ലായ്മപ്പെടുത്തുവാൻ ഒരിക്കലും ഇടയാകരുത്. വചനം പറയുന്നു കർത്താവിന് സൗഖ്യമാക്കുവാൻ കഴിയും. അത് വിശ്വസിക്കുക, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നമ്മളെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, പ്രശ്നത്തിൽ നിന്ന് വിടുതലിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയാകും നിശ്ചയം. ഡോക്ടർ, ഞാനൊരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. താങ്കൾ ഇന്ന് ഈ മെഡിക്കൽ പ്രാക്ടീസിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നതായി കേൾക്കാനുണ്ട്. സിദ്ധ ഫീൽഡിൽ നിന്ന് ഇന്ന് തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ വേദനകൾക്കുമൊക്കെ ഏറ്റവും ഇഫക്റ്റീവായിരിക്കുന്ന ഗ്രീൻ ഓയിലിൻ്റെയൊക്കെ ഉറവിടം താങ്കളുടെ ബ്രെയിനാണെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള ഐഡിയാസ് ശരിക്കും ഡോക്ടർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഗ്രീൻ ഓയിൽ സംബന്ധിച്ചിടത്തോളം ഞാനല്ല അതിൻ്റെ ആൾ. പാരമ്പര്യമായിട്ട് പല തലമുറകളായിട്ട് എൻ്റെ കുടുംബത്തിലുള്ള ഒരു വളരെ അപൂർവമായ ഒരു ഓയിലാണ്. വേദനകൾ, ഏത് തരം വേദനകളും മാറ്റാൻ കഴിവുള്ള ഒരു ഓയിലാണ് ഈ ഗ്രീൻ ഓയിൽ. അപ്പോൾ ഇത്തരം ഒരു ഓയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ അത് തീർച്ചയായിട്ട് മാർക്കറ്റിൽ ലഭ്യമാക്കണം. ജനങ്ങൾക്ക് അത് ഉപകാരം ആവണം എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇന്ന് മാറാരോഗം ആണെന്ന് അറിയപ്പെടുന്ന സോറിയാസിസ് എന്ന ത്വക്ക് രോഗത്തിന് ഇന്ന് ചികിത്സയില്ല. അതിനും എൻ്റെ അടുത്തൊരു ഓയിലുണ്ട്. ഇതുകൂടാതെ സ്കിന്നിൽ വരുന്ന മറ്റ് പലതരം രോഗങ്ങൾക്കും സ്കിൻ ക്യൂർ എന്നൊരു ഓയിൽ, ഒരു 75% ആൾക്കാർക്കും തലയിൽ താരൻ കാരണമാണ് മുടി കൊഴിച്ചൽ വരുന്നത്. അപ്പോൾ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഓയിൽ ഞാനിപ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. ഇത് ഡോക്ടറുടെ പിതാവിൻ്റെ പിതാവിനും ഒക്കെ അറിയാവുന്ന ഒരു ഫോർമുല ആയിരുന്നുവെങ്കിലും ഇന്നത് പുറത്തിറക്കാൻ, അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുവാൻ, അനേകർക്ക് ഉപകാരപ്പെടാനൊക്കെ ദൈവം ഡോക്ടറെ ഉപയോഗിക്കുവാനിടയിൽ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നതും. അത് മനസ്സിൽ വച്ചിട്ടാണ് ഈ സംഭവങ്ങൾ ഞാൻ പുറത്തിറക്കുന്നതും. ഡോക്ടർ, ഞാനൊരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്, ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? ശരിയാണ്. ദൈവം നമുക്ക് ഇത്രയും തരുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക്, നമ്മുടെ യേശു അങ്ങനെയല്ലേ, ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയ പങ്ക് ഞാനും ചെയ്യുന്നു എന്ന് മാത്രം. കർത്താവ് നമുക്ക് ചെയ്തത് ഓർത്തുകൊണ്ട് കർത്താവിനെ പ്രതിഫലിപ്പിക്കുക അല്ലേ? ശരിക്കും ഒത്തിരി പേർക്ക് ബൈബിൾ വായിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ മനസ്സിലാകാത്തൊരു സന്ദേശമാണ് അങ്കിൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനാണെന്നുള്ളൊരു വിളി. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്ത് ഡോക്ടർ മുമ്പോട്ട് പോകുമ്പോൾ തലമുറകളിലേക്കൊക്കെ ഈ അനുഗ്രഹം നിശ്ചയമായും പകരപ്പെടുന്നുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും അനുഭവം. ഡോക്ടറുടെ മക്കളും ഇതുപോലെ മെഡിക്കൽ ഫീൽഡിലാണോ? അതെ, 3 മക്കളും. 2 പേര് ആയുർവേദ ഡോക്ടേഴ്സാണ്, 2 പേരും ഗവൺമെൻറ് സർവീസിലാണ്. മോന് സിദ്ധ ഡോക്ടറാണ്, ഗവൺമെൻറ് സർവീസിലായിരുന്നു, റിസൈൻ ചെയ്തു. ഇപ്പോൾ എൻ്റെ കമ്പനി ഫാക്ടറി നോക്കി നടത്തുന്നത് എൻ്റെ മകനാണ്. ഡോക്ടറിൻ്റെ ഒരു മകളും ദൈവ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? സെക്കൻഡ് ഡോക്ടർ പോണ്ടിച്ചേരിയിലാണ്. എൻ്റെ സണ്ണില്ല അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ വൈസ് ഡീനാണ്. ഡോക്ടർ അവിടെ ഒരു ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഡോക്ടറും സണ്ണില്ലായും ഒത്തിരി ദൈവ കാര്യങ്ങളിൽ ഒരുപാട്
കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ദൈവവചന പ്രഘോഷണം ചെയ്യുന്നവരാണ് നന്നായിട്ട്. തിരക്കാണ് ശരിക്കും. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ്, ദൈവ ഊഴിയമാണ്. ജോലി കഴിഞ്ഞാൽ രണ്ടുപേരും ദൈവവേലയ്ക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളിങ്ങനെ ദൈവവേല ചെയ്യുന്നതിനോട് ഡോക്ടറിന് എന്താണ് സമീപനം? അവർ നല്ലതല്ലേ ചെയ്യുന്നത്, നല്ല കാര്യമാണ്, സന്തോഷമാണ്. നമ്മൾ അനുഭവിച്ച ദൈവകൃപ വെച്ച് അവരെയും ദൈവം അനുഗ്രഹിക്കുന്നൊരു ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുടുംബ ജീവിതത്തിനൊക്കെ ഇത്രയും തിരക്കുകളുടെ മധ്യത്തിൽ ഡോക്ടർക്ക് സമയം കിട്ടാറുണ്ടോ? ഉണ്ട്, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കുടുംബത്തെ വിട്ടിട്ടുള്ള ഒരു ഓട്ടം വേണമെന്നില്ല. ഇല്ല. കുടുംബവുമായിട്ട് എപ്പോഴും ആദ്യം ദൈവത്തിന്, പിന്നെ കുടുംബത്തിന്, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അതുപോലെ തന്നെ പോകണം. ദൈവം സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. കുടുംബജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഒക്കെ എങ്ങനെ നമ്മുടെ വിശ്വാസം ഒരുമിച്ച് കൊണ്ടുപോകാൻ തക്കോണം പ്രാർത്ഥിക്കാനൊക്കെ ഡോക്ടർ സമയം? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥന കൊണ്ട്, അതുകൂടാതെ സ്വന്തമായിട്ടുള്ള പ്രാർത്ഥന ദിവസം 2-3 പ്രാവശ്യം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. ബൈബിൾ സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ദൈവകൃപ ആവശ്യമാകുമല്ലോ അല്ലേ ഡോക്ടർ? പലപ്പോഴും ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപയെ എപ്പോഴും ഉള്ളത് കൊണ്ടാണ് പലതരം പ്രശ്നങ്ങൾ വന്ന സമയത്തും ദൈവം അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ മാനിക്കപ്പെടുന്ന ഒരാൾ, സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരാളെന്ന നിലയിൽ സാധാരണക്കാരന് ഒരിക്കലും സ്വപ്നം പോലും കാണേണ്ടി വരാത്ത പ്രശ്നങ്ങളായിരിക്കും ഡോക്ടർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ദൈവത്തിന് ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഒക്കത്തില്ല എന്ന് തോന്നാറുണ്ടോ? അതോ എന്തിനു വേണ്ടിയും ഡോക്ടർ ദൈവത്തോട് പ്രാർത്ഥിക്കാം? ദൈവം കൂടാതെ ഒന്നും നടക്കില്ല. എല്ലാം ദൈവം അറിയത്തന്നെ നടക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കാരുണ്യവും കടാക്ഷവും ഉള്ളത് കൊണ്ട് മാത്രമാണ്. ദൈവത്തിനപ്പോൾ എന്ത് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ ഒക്കുമെന്നാണോ? തീർച്ചയായിട്ടും. ദൈവം വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം ദൈവമല്ലേ. ഡോക്ടർ, ഒരുപാട് പേര് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതായിട്ട്, ഒരു പ്രത്യാശയില്ലാതെയൊക്കെ ആയിട്ട് ജീവൻ ഒടുക്കുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കാണാനിടയാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ തകർച്ച വരുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടിയ റേറ്റ് കേരളത്തിലാണ്. ആത്മഹത്യയുടെ ഏറ്റവും കൂടിയ റേറ്റ് കേരളത്തിലാണ്. ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ പ്രത്യാശയൊക്കെ ഇരിക്കുകയായിരിക്കും. അവരോട് എന്തെങ്കിലും ഒരു വാക്ക് ഡോക്ടറിന് പറയാൻ പറ്റുമോ? ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിജീവിച്ച ഒരാളെന്ന നിലയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത്തരം ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വേദപുസ്തകം എടുത്ത് വായിക്കുക. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലാതെ ഈ കുറുക്കുവഴി എന്ന രീതിയിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അത് നരകത്തിൽ കൊണ്ട് എത്തിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വിടുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതെ, തീരാതെ ദൈവം വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, ഡോക്ടർ ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഈ വിശ്വാസം ഇല്ലാത്ത ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡോക്ടറിനെ പോലെയുള്ള ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർക്കും ഒക്കെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഗുണമുണ്ടാന്ന് പറഞ്ഞാൽ ഗുണമേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഓടിച്ചെല്ലുന്ന നമ്മുടെ വിഷയം പറയാൻ ഒരാൾ. പിന്നെ ഇത്തരം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ അടുത്തൊന്ന് പറയുന്നു, അവർക്ക് നല്ല അഡ്വൈസുകൾ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം പലരും ജീവിതത്തിൽ അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് അവർക്ക് ഒരു വിമുക്തി നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര വിഷയത്തിന് മധ്യേ താങ്കളായിരിക്കുന്നു, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനൊരു അനുഭവത്തിലാണെങ്കിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഒരു സാമാന്യ മനുഷ്യന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് ബഹുമാന്യനായിരിക്കുന്ന ഡോക്ടർ. അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആ ദൈവവിശ്വാസത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. ഡോക്ടർ, ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ
ഡോക്ടർ എന്തൊക്കെ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ കോഴ്സ് കഴിഞ്ഞ ഉടനെ ട്രിവാൻഡ്രത്ത് തന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ തന്നെ തമിഴ്നാട് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എനിക്ക് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് കിട്ടി. 2 മാസം സർവീസിലായിരുന്നപ്പോഴത്തേക്കും ഇങ്ങോട്ട് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എനിക്ക് മെഡിക്കൽ ഓഫീസറായിട്ട് ഇവിടെ സെലക്ഷൻ കിട്ടി. ഞാനിവിടെ ജോയിൻ ചെയ്ത് അതിലൂടെ തന്നെ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ പഠിച്ച എൻ്റെ സിസ്റ്റം വളരെ എഫക്റ്റീവ് സിസ്റ്റമാണ്. പലതരം മാറാ രോഗങ്ങൾക്ക് നല്ല ചികിത്സകളുണ്ട്. ഇതിനൊക്കെ കാരണക്കാരൻ നമ്മുടെ ദൈവം തന്നെ. ഈ സിസ്റ്റം അറിയാത്ത സ്ഥലങ്ങളിൽ ഈ സിസ്റ്റത്തിനെ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ചു. ധാരാളം ഡിസ്പെൻസറികൾ വരാൻ ദൈവം സഹായിച്ചു. പിന്നെ അതിലേ കൂടെ തന്നെ എനിക്കും പ്രൊമോഷനുകൾ കിട്ടി. സീനിയർ മെഡിക്കൽ ഓഫീസർ പോസ്റ്റായി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പലതരം സ്ഥാനങ്ങൾ, യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി മെമ്പർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, അതുപോലെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ മെമ്പർ, ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം, അതുപോലെ തന്നെ സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിനിൽ സാധാരണ മെമ്പറിൽ നിന്ന് വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം വരെ കിട്ടി. അതുകൂടാതെ പലതരം ഗവൺമെൻറ് കമ്മിറ്റികളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ് കൗൺസിൽ ഒന്നുണ്ട്. അതൊരു വലിയ ഇതാണ്. ഏതാണ്ട് ഒരു 10 IAS ഓഫീസേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ 3-4 ആയുർവേദ, സിദ്ധ, അലോപ്പതി, മോഡേൺ മെഡിസിൻ എല്ലാ ഡോക്ടേഴ്സും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ഹോമിയോപ്പതി കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ്, ഡെൻ്റൽ കൗൺസിൽ പ്രസിഡൻറ്റ്, ഈ കൂട്ടത്തിൽ എനിക്കും ഒരു അംഗമാകാൻ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെ കേരള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി. അതിൽ പോളിസി, ആയുഷ് ഹെൽത്ത് പോളിസി കമ്മിറ്റി, അതിലും എന്നെ ഈ സർക്കാർ അംഗമാക്കി. ഇങ്ങനെ ധാരാളം ഞാൻ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തു പോകുന്നത് ദൈവവചനത്തിലുള്ള ഒരു വാഗ്ദത്തമാണ്. ദൈവം ഇങ്ങനെ പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന്. തൻ്റെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥന നടത്തുന്ന കാര്യം മുതൽക്ക് മുമ്പോട്ടുള്ള ഓരോ ദിവസത്തിലും ഒന്നിലധികം പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ, ദൈവവചനപ്രകാരം കഴിവുള്ളിടത്തോളം ജീവിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളില്ല എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ല. പക്ഷേ പ്രശ്നങ്ങളുള്ളപ്പോഴും പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാരണം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്ന പൂർണ്ണ ഉറപ്പ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ താൻ പ്രാപിച്ച് എടുത്തിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് താങ്കളോട് പറയട്ടെ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മധ്യേ താങ്കളായിരിക്കുന്നുവെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ മറക്കരുത്, മടിക്കരുത്. കർത്താവ് പരിഹാരം കാണുവാൻ മതിയായവനാണ്. ജീവിതത്തിൽ ചിലപ്പോൾ ഒരിടത്തും എത്താതെ ഇപ്പോൾ നിൽക്കുകയാകാം. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വഴി അടഞ്ഞാൽ എല്ലാം തീർന്നുവെന്ന് വിചാരിക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, മറ്റൊരു വഴി തുറക്കുവാൻ അവൻ മതിയായവനായി വെളിപ്പെടും. ക്രിസ്തയേശുവിൽ പ്രത്യാശ വയ്ക്കുക. അതാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞ മഹത്തരമായ സന്ദേശം. അടുത്ത ഒരു എപ്പിസോഡിൽ പ്രഗത്ഭനായ മറ്റൊരു ഡോക്ടറുമായി താങ്കളുടെ അടുക്കൽ വരുവോളം കർത്താവിൻ്റെ ചിറകിൻ മറവിൽ താങ്കളെ മറയ്ക്കട്ടെ. കർത്താവ് താങ്കളെ അനുഗ്രഹിക്കട്ടെ.